നമസ്തേ മമ പ്രിയ ഛാത്രാഹ. നിങ്ങൾ സംസ്കൃതം പരീക്ഷ എഴുതാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഷോർട്ട് നോട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടിപ്പണി എന്നുള്ളത് അല്ലേ. അപ്പോൾ ടിപ്പണി എങ്ങനെയാണ് എഴുതുന്നത്, ഇത്തവണ ഏകദേശം ഏതായിരിക്കും ടിപ്പണി വരിക എന്നുള്ള രീതിയിൽ ടീച്ചർ ഒരു ടിപ്പണി തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഓക്കെ, ശരി. പ്രകൃതി സൗന്ദര്യം ഇതി വിഷയേ, പ്രകൃതി സൗന്ദര്യം എന്ന വിഷയത്തിൽ ഒരു ടിപ്പണി എഴുതാനാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതുക എന്ന് നമുക്ക് ചർച്ച ചെയ്യാം അല്ലേ. ശരി. സൂചന: വിശ്വസൗന്ദര്യം പഞ്ചഭൂതാനി നദീ തടാകാദയഃ വൃഷ്ടിഃ ഋതവഃ പരിസ്ഥിതേഃ പാലനം. ഇതാണ് നിങ്ങൾക്ക് സൂചനയായിട്ട് തരുന്നത് അല്ലേ. അപ്പൊ വിശ്വസൗന്ദര്യം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. അതിനെ ആധാരമാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ എസ്സേ വരുന്നത് അല്ലെ. അപ്പോ നമുക്ക് എങ്ങനെയാ എഴുതുക എസ്സേ എന്ന് നോക്കാം അല്ലെ. പ്രകൃതി സൗന്ദര്യം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മളൊരു എസ്സേ എഴുതുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ആ ക്വസ്റ്റ്യനിൽ എന്തിനെ കുറിച്ചാണ് എസ്സേ എഴുതാൻ പറയുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ നമ്മുടെ ആ ഒരു ടോപ്പിക്കായിട്ട് നിങ്ങൾ പ്രകൃതി സൗന്ദര്യത്തിനെ കുറിച്ചാണെങ്കിൽ പ്രകൃതി സൗന്ദര്യം എന്ന് ഹെഡിങ് ആയിട്ട് കൊടുക്കണം. എന്നിട്ട് തുടങ്ങുക. ഒരു പാരഗ്രാഫായിട്ട് തന്നെ തുടങ്ങുക. അസ്മാകം ഭൂമി, നമ്മുടെ ഭൂമി എന്താണ്? അതീവ സുന്ദരീ ഭവതി അല്ലേ. സുന്ദരിയല്ലേ നമ്മുടെ ഭൂമി? പല കാര്യങ്ങൾ കൊണ്ടും സുന്ദരിയാണ് അല്ലേ. മരങ്ങൾ, പൂക്കൾ, കാര്യങ്ങളൊക്കെ ആയിട്ട്, നദി ഒക്കെ ആയിട്ട് സുന്ദരിയാണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നു നമ്മുടെ ഭൂമി അതീവ സുന്ദരീ ഭവതി എന്ന് എഴുതുക. സർവചരാചരാണാം വാസസ്ഥാനം അത്ര ഭവതി, എല്ലാ ചരാചരങ്ങളുടെയും വാസസ്ഥാനം, അവർ വസിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇവിടമാണ് എന്നാണ് പറയുന്നത്. അനേകേ പർവ്വതാഹ, ഒരുപാട് പർവ്വതങ്ങള്, നദ്യഃ നദികള്, കേദാരാഹ വയലുകള്, ഉപവനങ്ങള് ഉപവനാനി ച അത്ര വിരാജന്തി, ഇവിടെ വിരാജിക്കുന്നുണ്ട്, ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. തരുലതാതിബിഹി, തരു എന്ന് പറഞ്ഞാൽ മരമാണ്, മരങ്ങൾ കൊണ്ടും വള്ളികൾ കൊണ്ടും. സമ്പന്നേ അസ്മിൻ വനെ, സമ്പന്നമായിട്ടുള്ള ഈ ഒരു വനെ. സുഗന്ധ പവനഹ വാദി, സുഗന്ധത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാദി എന്ന് പറഞ്ഞാൽ വീശുക എന്നാണ് അല്ലെ. കാടുകളിലൊക്കെ സുഗന്ധം പരത്തുന്ന കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട്. ഋതുഭേദേഷു, ഋതുക്കള്, നമുക്ക് എത്ര ഋതുക്കളാണുള്ളത്? 6 ഋതുക്കളുണ്ട് അല്ലെ. ഈ 6 ഋതുക്കളും, വസന്തം, ഗ്രീഷ്മം അങ്ങനെ പറഞ്ഞിട്ടുള്ള 6 ഋതുക്കളും മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാനാവിധാനി, പലതരത്തിലുള്ള കുസുമാനി, പൂക്കള്, വികസന്തി, വികസിക്കുന്നു എന്നാണ് പറയുന്നത്. പൂക്കൾ വികസിക്കുന്നുണ്ട്, വിടരുന്നുണ്ട് എന്നുള്ള അർത്ഥം. ഏവം സർവപ്രകാരേണ, ഇങ്ങനെ പല പ്രകാരത്തില്. സൗന്ദര്യ സമ്പന്ന ഭവതി പ്രകൃതി, സൗന്ദര്യം കൊണ്ട് സമ്പന്നയാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നു. അതഃ പ്രകൃതേഹേ സംരക്ഷണം, അതുകൊണ്ട് നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണം അസ്മാകം കർത്തവ്യം ഭവതി, നമ്മുടെ കർത്തവ്യമാണ് എന്നാണ് പറയുന്നത് അല്ലെ. നമ്മുടെ കർത്തവ്യം തന്നെയല്ലേ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത്. അതെ, അപ്പൊ നമ്മുടെ കർത്തവ്യമാണ് എന്നാണ് പറയുന്നത്. പ്രകൃതേഹി സുസ്ഥിതിഹി വിശ്വസ്യ സുസ്ഥിതിഹി, പ്രകൃതിയുടെ നല്ല സ്ഥിതിയാണ് നമ്മുടെ വിശ്വസ്യ സുസ്ഥിതിഹി. നമ്മുടെ ലോകം നല്ലതുപോലെ നിലനിൽക്കണമെങ്കിൽ എന്താണ്? പ്രകൃതി നല്ല സ്ഥിതിയിൽ നിൽക്കണം അല്ലെ. പ്രകൃതേഹി സുസ്ഥിതിഹി, പ്രകൃതിയുടെ നല്ല സ്ഥിതിയാണ് നമ്മുടെ ലോകത്തിന്റെ നല്ല സ്ഥിതി. വിശ്വസ്യ സുസ്ഥിതിഹി ഭവതി ആകുന്നത്. വിശാല സുന്ദര വിശ്വം നയനാനന്ദകരം ഭവതി, വിശാലവും സുന്ദരവുമായിട്ടുള്ള ഈ ഒരു വിശ്വം, ലോകം നയനാനന്ദകരം. നയനം എന്ന് പറഞ്ഞാൽ കണ്ണാണ് അല്ലെ. കണ്ണുകൾക്ക് ആനന്ദത്തെ നൽകുന്നതാണ് എന്നാണ് പറയുന്നത്. അതഃ ഉച്യത്തെ, അതുകൊണ്ട് പറയുന്നു, വിശാല സുന്ദര വിശ്വം പശ്യതു നയനാനന്ദകരം സർവചരാചര നിവാസമതുലം മദീയനാഗമിമം അല്ലെ. അങ്ങനെയാണ് പറയുന്നത്. വിശാലവും സുന്ദരവുമായ ഈ വിശ്വം നോക്കൂ, എന്താണ്? കണ്ണുകൾക്ക് ആനന്ദം നൽകുന്നതാണ്, നയനാനന്ദകരമാണ്. സർവചരാചര നിവാസമതുലം, എല്ലാ ചരാചരങ്ങളും എല്ലാ ജീവജാലങ്ങളും നിവസിക്കുന്ന അതുല്യമായിട്ടുള്ള ഈ ഒരു മദീയ, എന്റേതായിട്ടുള്ള നാഗം, എൻ്റെ സ്വർഗമാണിത് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പം ഈ ഒരു എസ്സേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. ഫുൾ മാർക്ക് 5 മാർക്കാണ് എസ്സേക്ക് ഉള്ളത്. ആ 5 മാർക്കും നിങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ശരി, ധന്യവാദ.